ഹലോ ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ ഗണിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ട സമാന്തര കളി എന്ന പ്രവർത്തനം എല്ലാവരും ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമാന്തര വരകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സമാനകോണുകൾ, മറുകോണുകൾ, ആന്തരസഹകോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കോഇൻറ്റീരിയർ ആംഗിൾസ്, കോഎക്സ്റ്റീരിയർ ആംഗിൾസ് എന്നീ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു കളി കളിക്കാനായി മനസ്സിലാക്കിയത്. അത് നിങ്ങളെല്ലാവരും കളിക്കാൻ ശ്രമിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഒരു വസ്തുത, ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും കൂട്ടുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഹോംവർക്കാണ് തന്നിരുന്നത്. അപ്പോൾ ഇവിടെ കോണുകളെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം. നമുക്ക് നോക്കാം കോണുകൾ ഏതൊക്കെയാണെന്ന്. ഇവിടെ മുകളിൽ കാണുന്ന ECD എന്ന ഈ കോൺ, ECD എന്ന ഈ കോൺ കൃത്യം 70 ഡിഗ്രി ആയിരിക്കും. ഞാൻ ആ കോൺ ഇവിടെ അടയാളപ്പെടുത്താം. ECD എന്ന ഈ കോൺ 70 ഡിഗ്രി ആയിരിക്കും. അതുകൂടാതെ EDC എന്ന ഈ കോൺ 60 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CAB എന്ന കോണിൻ്റെ സമാന കോണാണ് ECD എന്ന് പറയുന്ന അഥവാ C എന്ന് പറയുന്ന ആ കോൺ. ആ രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ മുകളിലെ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ എന്ന് കാണിച്ചിരിക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ എന്ന കോൺ കൂടി കൂട്ടുമ്പോൾ, അതായത് 70ഉം 60ഉം ഈയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് മുകളിലെ കോൺ 50 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ 70 ഡിഗ്രിയുടെ രേഖീയ ജോഡിയാണ് എന്നുള്ളത് കൊണ്ട് DCA, അതിലൂടെ വിരലോടിച്ച് നോക്കുക. DCA എന്ന കോൺ 110 ഡിഗ്രി ആയിരിക്കും. മറ്റേ കോൺ 120 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ ശരിയായി എഴുതിയെടുക്കുക. ചിത്രത്തിലെ കോണുകളും 80ൻ്റെ സമാന കോൺ 80 ഡിഗ്രി, 60ൻ്റെ സമാന കോൺ 60 ഡിഗ്രി, മുകളിലുള്ള കോൺ 40 ഡിഗ്രിയാണ് എന്ന് നമ്മൾ തീരുമാനിച്ചത് ഒരു ട്രയാങ്കിളിലെ കോണുകളെല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 80ഉം 60ഉം കൂടി കൂട്ടുമ്പോൾ 140 കിട്ടും. അതിൻ്റെ കൂടെ 40ഉം കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ആ രീതിയിലാണ് നമ്മളതിനെ ചിന്തിച്ചത്. ഈ കോണുകളും കണ്ടെത്താനായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. 60, 40 എന്നീ കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സമാന്തര വര ഞാൻ ചുവന്ന വരകൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ SRT എന്ന കോൺ 40 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അത് TQPയുടെ മറുകോണാണ്. TQPയുടെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ മുകളിലുള്ള കോൺ 40 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ മറ്റൊരു മറുകോണും കൂടി നമുക്ക് കണ്ടെത്താം. TPQൻ്റെ മറുകോണായ TSR എന്നുള്ളത്. ഇനി ബാക്കി എത്ര കോണുകൾ കണ്ടെത്താനാണ്? നടുവിലുള്ള STR എന്ന കോണും PTQ എന്ന കോണുമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? നമുക്ക് 180 കിട്ടണം. 60ഉം 40ഉം കൂടി കൂട്ടിയാൽ 100. ഇനി 180 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 80 കൂടിയാണ് ചേർക്കേണ്ടത്. 80ൻ്റെ എതിർക്കോൺ 80 എന്നുള്ള രീതിയിൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ കുറച്ച് വരകൾ തന്നിട്ടുണ്ട്. ABCDEFGH എന്ന രീതിയിൽ MN വരെയുള്ള അത്തരത്തിലുള്ള 6 വരകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടെത്തുന്നത് ഇതിൽ ഏതൊക്കെ വരകളാണ് പരസ്പരം സമാന്തരമായിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ABGH എന്നിവ സമാന്തരമാണ്. പരിശോധിച്ച് നോക്കൂ. ABയും GHയും സമാന്തരമാണ്. അതിൻ്റെ കാരണം എന്താണ്? കാരണം നമുക്ക് നോക്കാം. ആന്തര സഹകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. The lines AB and GH are parallel because the sum of co-interior angles is 180 ഡിഗ്രി. നോക്കൂ, ഇവിടെ ആന്തര സഹകോണുകളായിട്ടുള്ള BACയും HGEയും BAC HGE ഇവയുടെ തുക 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വരകൾ സമാന്തരമാണ്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവിടെ AB എന്ന് പറയുന്ന വരയും GH എന്ന വരയും ഒരേ ചെരിവ് തന്നെയാണ്. അവ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പക്ഷേ നോക്കിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കിയത്, കോണുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുപോലെ DC എന്ന് പറയുന്ന ഒരു വരയുണ്ട് അവിടെ, അല്ലെങ്കിൽ CD എന്ന് പറയുന്ന വര 80 ഡിഗ്രിയാണ് ആ കോൺ അവിടെ സൂചിപ്പിക്കുന്നത്. FE എന്ന് പറയുന്ന മറ്റൊരു വരയുണ്ട്. ഈ കോണുകളുടെ സമാന്തര വരകൾ നിങ്ങൾ കണ്ടെത്തണം അടുത്ത ക്ലാസ്സിലേക്ക്. ഈ ചിത്രത്തിൽ ഇത് മറ്റൊരു
ഹോംവർക്കാണ്. നമുക്ക് കുറച്ച് ഭാഗം ഇവിടെ വെച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ചെറിയ ഒരു ഭാഗം ഇതിൻ്റെ ഹോംവർക്കായിട്ട് നൽകുന്നുണ്ട്. ഒരു സാമാന്തരികമാണിത്. സാമാന്തരികം എന്ന് വെച്ചാൽ എതിർവശങ്ങൾ സമാന്തരമായ ഒരു വരയാണ്. എതിർവശങ്ങൾ സമാന്തരമായതാണ് ചതുരവും സമചതുരവും ഒക്കെ. പക്ഷേ ഈ സാമാന്തരികത്തിനുള്ള പ്രത്യേകത അതിൻ്റെ കോണുകൾ തുല്യമാകണമെന്നില്ല എന്നുള്ളതാണ്. ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയൊക്കെ കോണുകൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അവയുടെ സമീപവശങ്ങൾ ലംബമായിരിക്കും. അഡ്ജസൻറ്റ് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ 25 ഡിഗ്രി, 90 ഡിഗ്രി, 25 ഡിഗ്രി എന്ന രീതിയിൽ കോണുകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മറുകോണുകൾ എന്തൊക്കെയാണ്? അതായത് 25 ഡിഗ്രിയുടെ മറുകോൺ. ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയ 25 ഡിഗ്രി ഒരിക്കൽ കൂടി ഞാൻ അടയാളപ്പെടുത്താം. ഈ 25 ഡിഗ്രിയുടെ മറുകോൺ ഏത് കോണാണ് എന്ന് നിങ്ങൾക്ക് തൊട്ട് കാണിക്കാമോ? ഈ ചിത്രത്തിൽ നമുക്ക് പരിശോധിക്കാം. ഈ കാണിച്ചിരിക്കുന്ന കോണാണ് ഈ 25 ഡിഗ്രിയുടെ മറുകോൺ എന്നത്. അപ്പോൾ ഇത് 25 ഡിഗ്രി ആണെങ്കിൽ മറ്റേതും എത്ര ഡിഗ്രി ആയിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ 25 ഡിഗ്രിയുടെ മറുകോൺ ഏതാണ്? നിങ്ങൾക്ക് തൊട്ട് കാണിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഇതാണ് ഈ 25 ഡിഗ്രിയുടെ മറുകോണായിട്ടുള്ളത്. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന കോൺ 25 ഡിഗ്രി ആണെങ്കിൽ താഴെയുള്ളതും സ്വാഭാവികമായി 25 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? എതിർകോണുകൾ, അതായത് ഈ 90 ഡിഗ്രി കോൺ നടുവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എതിർകോൺ ഏത് കോണാണ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഈ 90 ഡിഗ്രിയുടെ എതിർകോൺ തൊട്ട് മുകളിൽ കാണുന്ന വളരെ എളുപ്പമാണ്, ആ കോണാണ്. അങ്ങനെയാണെങ്കിൽ അത് സമമായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അത് കണ്ടെത്താനുള്ള രീതി എന്താണ്? ആ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ കാണിച്ച, അതായത് നമുക്ക് പരിശോധിക്കാം ഒരിക്കൽ കൂടി. ഈ 90ഉം ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന 90ഉം എങ്ങനെയുള്ള കോണുകളാണ്? രേഖീയ ജോഡി കോണുകളാണ്. രേഖീയ ജോഡിയുടെ തുക എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയതായി അടയാളപ്പെടുത്തിയത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എതിർകോൺ എന്ന ആശയം വരുമ്പോൾ അത് 90 ഡിഗ്രിയായി മാറുന്നു. ഇനി നമുക്ക് കണ്ടെത്താൻ കുറച്ച് കോണുകൾ കൂടി ബാക്കിയുണ്ട്, മൂലകളിലെ ചില കോണുകൾ. അപ്പോൾ ആ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ്? ഒരു ത്രികോണം, ഇവിടെ 4 ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 ത്രികോണങ്ങൾ ഇവിടെ ഉണ്ട്. 1, 2, 3, 4 ത്രികോണങ്ങൾ, 4 വശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന. അപ്പോൾ ഓരോ ത്രികോണത്തിലും ഒരു കോൺ വീതം തന്നിട്ടില്ല. അപ്പോൾ ആ കോൺ കണ്ടെത്തുന്നത് ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ബാക്കിയുള്ള ഒരു ചെറിയ ഭാഗം നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ PR-ഉം ST-യും സമാന്തരമാണ് എന്നാണ് പറയുന്നത്. ചെരിഞ്ഞ വരകളായ PR and ST are parallel slanted lines. Is there any relation among the angles of the two triangles? മലയാളം മീഡിയം ഈ ചോദ്യത്തെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ചിത്രത്തിൽ PR-ഉം ST-യും സമാന്തരമാണ്. ഈ ത്രികോണങ്ങളിലെ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ചെറിയ ത്രികോണത്തെ ഇവിടെ നിറം നൽകി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് SQT, അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ പറയാം. QTS എന്നോ TSQ എന്നോ മറിച്ചോ QST എന്നോ വ്യത്യസ്ത 6 രീതികൾ ഇതിനെ നമുക്ക് പറയാവുന്നതാണ്. തൽക്കാലം നമുക്ക് SQT എന്ന് വിളിക്കാം അതിനെ. ഈ ചെറിയ ത്രികോണത്തെ SQT എന്ന് വിളിക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകളുടെ അളവുകളെ ഞാൻ ഓരോ പേരുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയാണ്. അളവുകളെ സൂചിപ്പിക്കുന്നു. അതായത് ഈ കോൺ Q എന്ന് പറയുന്ന ഈ കോൺ A ഡിഗ്രിയാണെന്ന് ഞാൻ പറയുന്നു. ഈ കോൺ B ഡിഗ്രി നമ്മളതിനെ കരുതുകയാണ് C ഡിഗ്രി എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ R എന്ന് പറയുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ചുവന്ന ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു കോണുമായി ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന R എന്ന് പറയുന്ന കോണിന് ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതായത് B ഡിഗ്രി ആയിട്ടുള്ള T എന്ന കോണിൻ്റെ STQ എന്ന കോണിൻ്റെ സമാന കോണാണ് ഈ R എന്ന കോൺ. ബിയുടെ സമാന കോണാണ്. അതുകൊണ്ട് ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? B ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ മുകളിൽ കാണിച്ചിരിക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അത് C ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ നമുക്ക് പറയാൻ കഴിയുക? ഈ വലിയ PQR എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൽ ഉള്ള കോണുകൾ ഏതൊക്കെയാണ്? എയും P എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോൺ സിയും R എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോൺ ബിയുമാണ്. അപ്പോൾ എയും ബിയും സിയുമാണ്. ചെറിയ ത്രികോണത്തിലെ കോണുകൾ എന്തൊക്കെയാണ്? എയും ബിയും സിയുമാണ്. അപ്പോൾ ഇവയുടെ കോണുകൾ തുല്യമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ചിത്രത്തിലെ AB-യും CD-യും സമാന്തരമാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ആംഗിൾസ് ഓഫ് ദ സ്മോൾ ആൻഡ് ലാർജ് ട്രയാങ്കിൾസ്? ചെറിയ ത്രികോണത്തിൻ്റെയും വലിയ ത്രികോണത്തിൻ്റെയും കോണുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നേരത്തെ കണ്ടെത്തിയ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടെത്തുക. ഇനി നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങളാണ്.
നിങ്ങളുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ, ഒന്നാമത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്നിരുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എ സിയും ഡി ഇയും സമാന്തര വരകളാണ്. കോൺ സി ഇ ബി എത്ര ഡിഗ്രിയാണ്, എന്തുകൊണ്ട്? സി തൊട്ട് നോക്കൂ നിങ്ങൾ. സി ഇ ബി എത്ര ഡിഗ്രിയാണ്? ബി സി എന്ന് പറയുന്ന ത്രികോണം അല്ലെങ്കിൽ സി ഇ ബി എന്ന് പറയുന്ന ത്രികോണം, അതിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? നമ്മൾ തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിൽ ഇത് പറഞ്ഞിരുന്നു. എത്രയായിരിക്കും അവയുടെ കോണുകളുടെ തുക? 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് സി ഇ ബി എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. കാരണം 50 + 70 + 60 നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് എ ബി ഇ, എ ഇ ബി ആൻഡ് എ ഇ ഡി. എ ബി ഇയും എ ഇ ബിയും എ ഇ ഡിയും കണ്ടെത്താം. നമുക്ക് ആദ്യം എ ബി ഇയിലേക്ക് പോവാം. എ ബി ഇ. ഈ എ ബി ഇ എന്ന് പറയുന്ന കോണിൻ്റെ രേഖീയ ജോഡിയാണ് എന്ത്? ഇ ബി സി അല്ലെങ്കിൽ സി ബി ഇ. അങ്ങനെയാണെങ്കിൽ എ ബി ഇ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര താഴേക്ക് വരയ്ക്കുന്നതാണ് ആ രണ്ട് കോണുകളും. അപ്പോൾ 60 + 120 180 കിട്ടണം. അതുകൊണ്ടാവുക തുക 180 ഡിഗ്രി കിട്ടുന്നതുകൊണ്ട് നമുക്ക് എ ബി ഇ 120 ഡിഗ്രിയാണ് എന്ന് പറയാം. ഇനി ഈ ത്രികോണത്തിലേക്ക് നോക്കൂ എല്ലാവരും. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എ ഇ ബി ആണ്. എ ഇ ബിയിലൂടെ ഒന്ന് വിരലൊടിച്ച് നോക്കൂ. എ ഇ ബി. എ ഇ ബിയിലൂടെ വിരലോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ കോണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 120ഉം 40ഉമാണ് മറ്റേ രണ്ട് കോണുകൾ. അപ്പോൾ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. കാരണം അവയുടെ തുക 180 ഡിഗ്രി കിട്ടണം. ഇവിടെ എ ഇ ഡി എന്ന് പറയുന്ന കോൺ 40 ഡിഗ്രിയാണെന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾക്ക് പറയാമോ? ഞാനൊന്ന് നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള അവകാശം തരാം. ഒന്ന് പോസ്റ്റ് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. പോസ്. ശരി, നമുക്ക് ഉത്തരം എന്താണെന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഈ കോൺ 40 ഡിഗ്രി ആവാൻ കാരണം? എ ബി ഇ ബി ഇ ഡി എന്നിവ ആന്തര സഹകോണുകളാണ്. പരിശോധിച്ച് നോക്കൂ, വിരലോടിച്ച് നോക്കൂ. എ ബി ഇയും ബി ഇ ഡിയും ആന്തര സഹകോണുകളാണ്. അപ്പോൾ അവയുടെ തുക എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 120ൻ്റെ കൂടെ 60 കൂടി കൂട്ടിയാലാണ് 180 ഡിഗ്രി കിട്ടുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടെത്തിയത്. അവസാനത്തെ ചോദ്യം ഇതാണ്. എ ഡിയും ബിയും സമാന്തര വരകളാണോ? നിങ്ങൾ ഉത്തരത്തിന് തെളിവ് നൽകുക. സമാന്തരമാണ്. അതിൻ്റെ കാരണം എന്താണ്? ആന്തര സഹകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. എ ഡിയും ബി ഇയും, എ ഡി ബി ഇ എന്നിവയുടെ ആന്തര സഹകോണുകൾ 120, താഴെ കാണുന്ന എ ഡി ഇ എന്ന് പറയുന്ന കോണും ഡി ഇ ബി എന്ന് പറയുന്ന കോണും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് അവ സമാന്തരമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇത്തരത്തിലൊരു പ്രവർത്തനം കൂടിയുണ്ട്. നിങ്ങൾക്കിത് വളരെ ലളിതമാണ്. ഇവിടെ എസ്സിലൂടെ പി ക്യൂവിന് സമാന്തരമായ ഒരു വര വരയ്ക്കണം നമുക്ക്. അപ്പോൾ പി ക്യൂവിന് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കണമെങ്കിൽ അത് ചെരിഞ്ഞു കിടക്കുന്ന വരയുമായി ഒരേ കോണുണ്ടാക്കുന്ന രീതിയിൽ വരച്ചാൽ മതിയാക്കും. അല്ലെങ്കിൽ നമുക്കൊരു വര വരച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കോണുകളുടെ പേരുകൾ ഞാൻ പറയാം. എസ് പി ക്യൂവും പി എസ് ആറും. ഈ രണ്ട് കോണുകൾ എന്ത് സവിശേഷതയാണ് ഉള്ളത്? ഈ കോണുകൾക്ക് എന്ത് സവിശേഷതയാണുള്ളത്? ഇവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണോ? സമാന കോണുകളാണോ? ആന്തര സഹകോണുകളാണോ? ബാഹ്യ സഹകോണുകളാണോ? മറുകോണുകളാണോ? ഈ രണ്ട് കോണുകൾ ആന്തര സഹകോണുകളാണ്, അഥവാ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ 75 ഡിഗ്രി ഇതാണെങ്കിൽ മറ്റേ കോൺ 105 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 105 ഡിഗ്രി വെച്ചുകൊണ്ട് എസ് ആർ വരച്ചാൽ അത് സമാന്തരമായിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടതും വരയ്ക്കേണ്ടതുമാണ്. കൂടാതെ ബാക്കിയുള്ള കോണുകൾ വരച്ചതിന് ശേഷം ബാക്കിയുള്ള കോണുകൾ കണ്ടെത്തുകയും വേണം. ഇതിൻ്റെ അവസാന സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് QR എന്നുള്ള വരകൾ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കോണുകൾ അളക്കാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമാണ്. ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.